ഹായ് ഫ്രണ്ട്സ്, ടെക്പിടിക്കകളുടെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ ചെറിയ ട്രിക്സുകളാണ്. അതായത് പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകുന്നു, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഞാൻ ചാർജ് ചെയ്ത് 100% ചാർജ് ചെയ്തു, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് 90% അല്ലെങ്കിൽ പലപ്പോഴും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എൻ്റെ ബാറ്ററി ഡ്രെയിൻ ആകാറുണ്ട്. പുതിയ ഫോണാണ്, എന്നിട്ടും ഇങ്ങനെ ഡ്രെയിൻ ആകുന്നു, എന്താണ് ഇതിൻ്റെ റീസൺ എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത്ര പെട്ടെന്ന് ഫോൺ ആകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡ്രെയിൻ ആകുന്ന ആ ഒരു കാര്യം നമുക്ക് ഏറെക്കുറെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോണുകളിലും ഇൻബിൽറ്റ് ബാറ്ററിയാണ്. നമുക്ക് ഫോൺ ബാറ്ററി ബാക്കപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ച് മാറാനോ അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കൂട്ടാനോ ഒന്നും സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ബാറ്ററി നമ്മളുടെ ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ചെയ്യേണ്ട ചില ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ബാറ്ററി ഏറ്റവും കൂടുതൽ തീർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് GPS എന്ന് പറയുന്നത്. GPS എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ മിക്ക ആൾക്കാരും ഓൺ ആക്കിയാണ് ഇടുന്നത്. അല്ലെങ്കിൽ മിക്ക ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഉപയോഗിക്കുന്ന സൊമാറ്റോ, സ്വിഗ്ഗി, ഊബർ, ഓല എന്ന് പറയുന്ന മെയിൻ ആപ്ലിക്കേഷൻസ് മുഴുവൻ നിങ്ങളുടെ ആപ്പ് ലിസ്റ്റിൽ ഒരു 70% ആപ്ലിക്കേഷൻസും ലൊക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴൊക്കെ ആപ്ലിക്കേഷൻസ് തുറക്കുന്നോ അപ്പോഴൊക്കെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ GPS വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആക്കാനായിട്ട് ഒരു മേജർ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏക വഴി. അപ്പോൾ പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അഡീഷണൽ സെറ്റിങ്സിൽ നോക്കുക നിങ്ങളുടെ ഫോണിൽ. ഇപ്പോൾ ഇവിടെ എനിക്ക് സെറ്റിങ്സിൽ തന്നെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ലൊക്കേഷനകത്തിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ആക്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടായിരിക്കും കാണുന്നത്. അത് നിങ്ങൾ ഓഫ് ചെയ്യുക. ഇനി മുതൽ നിങ്ങളുടെ ഫോണിൽ ലൊക്കേഷൻ, അതായത് GPS ഓട്ടോമാറ്റിക് ഓൺ ആകില്ല. നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നിങ്ങളോട് ചോദിക്കും, ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു ആക്സസ് യുവർ ലൊക്കേഷൻ. അത് അലോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ ആക്സസ് ആ ആപ്ലിക്കേഷന് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ഏറെക്കുറെ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിങ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് എടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേ ആണ്. ആ ഡിസ്പ്ലേയിൽ ഇപ്പോൾ പുതിയ ഫോണുകളിലൊരു സെറ്റിങ്സ് ഉണ്ട്, ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങളുടെ സറൗണ്ടിങ്സിലെ വെട്ടം കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. വെട്ടം കുറവാണ്, അല്ലെങ്കിൽ ഇരുട്ട സ്ഥലത്താണെങ്കിൽ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പോൾ നമ്മൾ പലപ്പോഴും ചാറ്റും മെസ്സേജൊക്കെ വരാനകത്ത് ഇങ്ങനെ നമ്മൾ ഫോൺ എടുത്ത് ഓപ്പൺ ആക്കുമ്പോൾ അതിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യും ഈ ഒരു ബ്രൈറ്റ്നസ്. ഇത് നമ്മളുടെ ബാറ്ററി ഒരുപാട് ഡ്രെയിൻ ആക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് കാര്യം മാറ്റിയിട്ട് നമ്മളുടെ മാനുവലായിട്ട് ആ ഒരു ബ്രൈറ്റ്നസ് 40-30% ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി കുറേ നേരം കൂടെ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഫോണിലെ ഏറ്റവും കൂടുതൽ ചാർജ് എടുക്കുന്ന വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ, ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൊക്കെ ഒരുപാട് ചാറ്റ് ചെയ്യാറുണ്ട്. ഇത് തന്നെയാണ് ഈ ചാർജ് വലിക്കുന്നതിൻ്റെ ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചാർജ് വലിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ടോൺ വരാറുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വൈബ്രേഷൻസ് വരാറുണ്ട്. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമ്മളുടെ ബാറ്ററിയുടെ ലൈഫ് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗൂഗിൾ കീബോർഡായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ കീബോർഡിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിഫറൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സൗണ്ട് ഓൺ കീപ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അത് നിങ്ങൾ ഡിസേബിൾ ആക്കുക. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വൈബ്രേഷൻ സ്ട്രെങ്ത് ഓൺ കീപ്രസ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ ഡിസേബിൾ ആക്കിയിടുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പിങ്ങിൽ നിന്ന് ചാർജ് ഈടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ചാർജ് വലിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം ഏതാണെന്ന് നോക്കാം. നമ്മളുടെ അടുത്ത ബാറ്ററി ഏറ്റവും കൂടുതൽ ഡ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫോണിലെ ആനിമേഷൻസ് ആണ്. നമ്മളുടെ ഫോൺ നമ്മൾ ഓരോ ആപ്പ് ഇങ്ങനെ ഡ്രോ ചെയ്യുമ്പോഴും വരുന്ന ഓരോ ആനിമേഷൻസ് നമ്മളുടെ ബാറ്ററിയിൽ
ചെറിയ തോതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ബാറ്ററി ഡ്രെയിൻ ആക്കുന്നതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആനിമേഷൻസ് വളരെ ലൈറ്റായിട്ടുള്ള ആനിമേഷൻ സെറ്റിങ്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബാറ്ററി ഏറെക്കുറെ നമുക്ക് ഇനിയും ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ആനിമേഷൻസ് നമുക്ക് ജസ്റ്റ് ഒരു ലൈറ്റ് രീതിയിലാക്കാൻ പറ്റും? അതിനായിട്ട് നിങ്ങളുടെ സെറ്റിങ്സിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആക്കിയിരിക്കണം. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആക്കാൻ അറിയാത്തവർ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ. ഞാൻ എങ്ങനെയാണത് എനേബിൾ ചെയ്യുന്നതെന്ന് പറയാം. ഒട്ടുമിക്ക ആർക്കാർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ അഡീഷണൽ സെറ്റിങ്സിലാണ് ഡെവലപ്പർ ഓപ്ഷൻ കിടക്കുന്നത്. ഡെവലപ്പർ ഓപ്ഷൻ നമ്മൾ പോയതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വിൻഡോ ആനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ, ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ. ഇതെന്നൊക്കെ പറയുന്നത് അതായത് മുകളിൽ നിന്ന് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ വളരെ ഓക്വേർഡായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ വളരെ ലൈറ്റായിട്ട് 0.5 എന്നാക്കുക. എല്ലാ സെറ്റിങ്സും നമ്മൾ 0.5 അതായത് ഏറ്റവും കുറഞ്ഞ ആനിമേഷനിലാക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാറ്ററി നമുക്ക് ഏറെക്കുറെ ഇനിയും നമ്മളുടെ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അഞ്ചാമത്തേന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല എങ്കിൽ പോലും ചെറിയ ചെറിയ എഫക്ട്സ് നിങ്ങളുടെ ബാറ്ററിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ദയവ് ചെയ്ത് ഒഴിവാക്കുക. അതായത് നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ ആപ്ലിക്കേഷൻസ്, അതായത് നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഓട്ടോ റൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോൾ അത് ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വരാറൊക്കെ ഉണ്ട് ചിലപ്പോൾ. അപ്പോൾ അതുപോലത്തെ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുക. അത് നമുക്ക് വേണ്ട ആ സാഹചര്യം വരുമ്പോൾ പിന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് മാത്രം നിങ്ങളുടെ ഫോണിൽ വെക്കുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഏറെക്കുറെ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൻ്റെ ബാറ്ററി ഏറെക്കുറെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് ഈ വീഡിയോയ്ക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.